വെൽക്കം ബാക്ക് ടു ബൈനറി ബോർഡ്. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻസ് ഓഫ് ഗ്രാഫ് ഡേറ്റ സ്ട്രക്ചേഴ്സ് ആണ്. സോ അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഓഫ് ഗ്രാഫ് ഏതൊക്കെയാണ് ഗ്രാഫിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കാം. അപ്പോൾ ഗ്രാഫ്സ് ഒരുപാട് ഫീൽഡുകളിൽ ഗ്രാഫ് യൂസ് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിൽ, ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്ക്സ്. അപ്പോൾ നെറ്റ്വർക്ക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആം, അല്ലെങ്കിൽ നെറ്റ്വർക്ക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിലെല്ലാം നമ്മൾ ഗ്രാഫ് യൂസ് ചെയ്തിട്ടാണ് ആ കറസ്പോണ്ടിങ് നെറ്റ്വർക്കൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യാറുള്ളത്. ഇപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആയാലും ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്ക്, സോഷ്യൽ നെറ്റ്വർക്ക്സ്, ഇതെല്ലാം ഗ്രാഫിൻ്റെ ഒരു ആപ്ലിക്കേഷൻ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഗൂഗിൾ മാപ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, വെബ് ക്രോളേഴ്സ്, റെക്കമെൻഡേഷൻ എൻജിൻസ് ആൻഡ് പ്രോഗ്രാം ഡിപ്പെൻഡൻസീസ്. ഇതൊക്കെ ഗ്രാഫിൻ്റെ ആപ്ലിക്കേഷനിൽ വരുന്ന ഏരിയാസാണ്. സോ അപ്പോൾ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രാഫിൻ്റെ വൺ ഓഫ് ദി ആപ്ലിക്കേഷൻ ആയിട്ടുള്ള സിംഗിൾ സോഴ്സ് ഓൾ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരുപാട് നോഡുകൾ അല്ലെങ്കിൽ വേർട്ടിസസുകൾ ഉണ്ടാവും. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ വെർട്ടെക്സ് നിങ്ങൾ സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ വെർട്ടെക്സിൽ നിന്നും ആ നെറ്റ്വർക്കിലുള്ള അല്ലെങ്കിൽ ആ ഗ്രാഫിലുള്ള മറ്റുള്ള എല്ലാ വെർട്ടിസസിലേക്കുമുള്ള ഷോർട്ടസ്റ്റ് പാത്ത് ഏതാണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സിംഗിൾ സോഴ്സ്, അതൊരു ഒറ്റ സോഴ്സിൽ നിന്നും, ഇപ്പോൾ നമ്മുടെ ഒരു ഗ്രാഫിലെന്ന് വെച്ച് കഴിഞ്ഞാൽ സി 2, 3, 4 വെർട്ടിസസ് ആണ് ഉള്ളതെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഇത് എൻ്റെ സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ് ഞാൻ ആയിട്ട് എടുത്തു. അപ്പോൾ ഈ എയിൽ നിന്നും ബാക്കിയുള്ള എല്ലാ വെർട്ടിസസിലേക്കും ഉള്ള ഷോർട്ടസ്റ്റ് പാത്ത് ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള അൽഗോരിതം. അപ്പോൾ ഇതിന് പല രീതിയിൽ ഈ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാറുണ്ട്. ബെൽമാൻ ഫോർഡ് അൽഗോരിതം യൂസ് ചെയ്തിട്ടും ഈ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാം. ഡിജിസ്ട്രാസ് അൽഗോരിതം യൂസ് ചെയ്തിട്ടും സോൾവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഏത് അൽഗോരിതം യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഗ്രാഫിൻ്റെ സ്ട്രക്ചറിനനുസരിച്ചിരിക്കും. ഇപ്പോൾ നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത് വെയ്റ്റഡ് ഗ്രാഫ് ആണ്, നെഗറ്റീവ് വെയ്റ്റും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡിജിസ്ട്രാസ് അൽഗോരിതം യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പഠിക്കാനുള്ളത് ഡിജിസ്ട്രാസ് അൽഗോരിതം യൂസ് ചെയ്തിട്ട് ഒരു സോഴ്സിൽ നിന്നും മറ്റുള്ള എല്ലാ വെർട്ടിസസിലേക്കുള്ള ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ അപ്പം ഇത് ഒരു വെയ്റ്റഡ് ഗ്രാഫിലാണ് നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ അൽഗോരിതം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ട്രീ ഓഫ് ഷോർട്ടസ്റ്റ് പാത്തുകൾ ക്രിയേറ്റ് ചെയ്യാം. അതായത് നിങ്ങൾ ഏത് വെർട്ടെക്സിൽ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ നിന്നും മറ്റുള്ള വെർട്ടിസസിലേക്കുള്ള ഷോർട്ടസ്റ്റ് പാത്തുകൾ വെച്ചിട്ടുള്ള ഒരു ട്രീ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഡിജിസ്ട്രാസ് അൽഗോരിതം ഒരു കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള എഡ്സർ ഡിജിസ്ട്ര ആണ് ഡെവലപ്പ് ചെയ്തത്. സോ അത് അപ്ലൈ ചെയ്യുന്നത് വെയ്റ്റഡ് ഗ്രാഫിലാണ് ഈ ഡിജിസ്ട്രാസ് അൽഗോരിതം അപ്ലൈ ചെയ്യുന്നത്. ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മുടെ അൽഗോരിതത്തിൻ്റെ നോൺ നെഗറ്റീവ് ആയിട്ടുള്ള വെയ്റ്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഡിജിസ്ട്രാസ് അൽഗോരിതം വർക്ക് ആവുള്ളൂ. ഡിജിസ്ട്രാസ് അൽഗോരിതം വർക്ക് ചെയ്യുന്നത് നമ്മുടെ വെയിറ്റ് ഗ്രാഫിൽ, നിങ്ങൾക്ക് എഡ്ജ് വെയിറ്റുകളെ കുറിച്ച് അറിയാലോ. സോ എഡ്ജിൻ്റെ വെയിറ്റ് പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഡിജിസ്ട്രാസ് അൽഗോരിതം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ നിന്നും വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പോകാനുള്ള ഒരു പാത്ത്, അതായത് നിങ്ങൾക്ക് പല വഴികളിലൂടെ, ഇതാണ് നിങ്ങളുടെ വീടെന്ന് വിചാരിക്കുക, ആ വീട്ടിൽ നിന്നും നിങ്ങൾക്ക് സ്കൂളിലേക്ക് പോകാൻ പല വഴികളുണ്ട്, പല റൂട്ടുകളുണ്ട്. അപ്പോൾ ഇത് എൻ്റെ സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ് എന്ന് പറയുന്നത് എൻ്റെ വീടാണ്. ആ വീട്ടിൽ നിന്നും മറ്റുള്ള ഓരോ സിറ്റികളിലും ഒക്കെ ഉള്ള ഡിസ്റ്റൻസ് ഞാൻ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് ബെസ്റ്റ് റൂട്ട് ഏതാണെന്ന് കണ്ടുപിടിക്കുന്നത്, കോസ്റ്റ് ഏറ്റവും കുറവുള്ള റൂട്ട് ഏതാണെന്ന് കണ്ടുപിടിച്ച് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് ഈ ഒരു ഡിജിസ്ട്രാസ് അൽഗോരിതം യൂസ് ചെയ്തിട്ട് പറ്റും. അപ്പോൾ ഇവിടുത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ABCDEF എന്ന് പറയുന്ന വേർട്ടിസസ്, അതായത് നിങ്ങൾക്ക് അതിനെ വേർട്ടിസസ് ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ നോഡുകളായിട്ട് എടുക്കാം. അപ്പോൾ ഈ ഓരോ നോഡുകൾക്കും വീടിനും ഇടയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ട്, ഓരോ എഡ്ജിനും അതിൻ്റെ കോസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് വെയിറ്റ് ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ ആ ഒരു പാത്ത് ഫോളോ ചെയ്തിട്ടായിരിക്കും നമ്മൾ മുന്നോട്ടേക്ക് പോവുക. ഇപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഉള്ളത്
ബി എന്ന് പറയുന്ന സിറ്റിയിലേക്കാണ് 2. സോ ഞാൻ ആദ്യം എന്ത് ചെയ്തു, വീട്ടിൽ നിന്ന് ബിയിലേക്ക് വന്നു. പിന്നെ ബിയിൽ നിന്നും പിന്നെ അടുത്ത പോകാൻ പറ്റുന്ന ഇയിലേക്കും ഡിയിലേക്കും ആണ്. അത് ഏറ്റവും കുറവുള്ളത് ഡിയിലേക്കാണ്. സോ ഞാൻ ആ പാത്ത് ചൂസ് ചെയ്തു. ദെൻ ഡിയിൽ നിന്ന് എഫിലേക്ക് പോകാൻ എന്താണ് ഒരു വഴിയേ ഉള്ളൂ. സോ അത് ഞാൻ 4 ആ ഡിസ്റ്റൻസ് ചൂസ് ചെയ്തു, ആ ഒരു പാത്ത് ചൂസ് ചെയ്തു. ദെൻ എഫിൽ നിന്നും എനിക്ക് എന്ത് ചെയ്യാം, ഈ വഴി ആക്ച്വലി പോകാം. ഈ വഴി പോകുവാണെങ്കിൽ കോസ്റ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഞാൻ എഫിൽ നിന്ന് ഡയറക്റ്റ് പാത്ത് ചൂസ് ചെയ്തു. അതെന്ന് പറയുന്നത് കോസ്റ്റ് 2 ആണ്. സോ അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്തത്, വീട്ടിൽ നിന്നും ആ സ്കൂളിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇത് ഉദ്ദേശിക്കുന്നത് ഷോർട്ടസ്റ്റ് പാത്തുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ നെറ്റ്വർക്കിങ്ങിലും അതുപോലെ തന്നെ ഈ ഒരു ഗൂഗിൾ മാപ്സിലൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത് ഇത്തരത്തിലാണ് ഈ നമ്മുടെ ഡിജിറ്റൽ അൽഗോരിതം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഡിജിസ്ട്രാസ് അൽഗോരിതം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു വെയ്റ്റഡ് അൺഡയറക്റ്റഡ് ഗ്രാഫ് ഉണ്ട്. അപ്പോൾ അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ എഡ്ജുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ വെർട്ടിസസ് ഉണ്ടാവും. ദെൻ സോഴ്സ് വെർട്ടെക്സിനെ നിങ്ങൾ SRC എന്ന് വിളിച്ചോളൂ. ദെൻ അപ്പോൾ ഈ SRC എന്ന് പറയുന്ന നമ്മളുടെ സ്റ്റാർട്ടിംഗ് വെർട്ടെക്സിൽ നിന്നും മറ്റുള്ള വെർട്ടിസസിലേക്കുള്ള ഷോർട്ടസ്റ്റ് പാത്തുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഗ്രാഫിൽ എന്ന് പറയുമ്പോൾ വെർട്ടിസസ് ഉണ്ടാവും, 0 to v-1 എന്നുള്ള നമ്പർ ഓഫ് വെർട്ടിസസ് ഉണ്ടാവും. ദെൻ എഡ്ജുകളും ഉണ്ടാവും. അപ്പോൾ വെർട്ടിസസ് അല്ലെങ്കിൽ നോഡ്സിനെ നമുക്ക് അൽഗോരിതത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ഒന്നുകിൽ വി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ യു ഉപയോഗിച്ചിട്ടോ ആണ് വെർട്ടിസസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ദെൻ വെയ്റ്റഡ് എഡ്ജിനെ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മളൊരു ഓർഡർ പെയർ ഓഫ് യു വി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിൻ്റെ വെയ്റ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ ഡബ്ല്യു ഓഫ് യു വി എന്ന് പറയുന്ന റെഫർ ചെയ്യുന്നത് എന്താണ്, ആ എഡ്ജിൻ്റെ വെയ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രാഫ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ വെർട്ടിസസ് എയും ബിയും മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ എയിൽ നിന്നും അടുത്തൊരു വെർട്ടെക്സിലേക്കുള്ള വെയിറ്റ് എന്ന് പറയുന്നത് 3, അതാണ് അതിൻ്റെ എഡ്ജ് വെയിറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ അപ്പം ഇനി എങ്ങനെയാണ് നമ്മുടെ അൽഗോരിതം വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനിഷ്യലി നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളുടെ സോഴ്സ് വെർട്ടെക്സ് ആണ് എസ്. അതിൽ നിന്നും അതിൻ്റെ മാത്രം ഡിസ്റ്റൻസ് എന്ന് പറയുന്ന, അതിൽ നിന്നും നമുക്ക് അതിലേക്ക് പോകാനുള്ള ഡിസ്റ്റൻസ് 0. അതാണ് നമ്മൾ ആദ്യം ഇനിഷ്യലൈസ് ചെയ്യുന്നത്. ഒരു എസ് എന്ന് പറയുന്ന സോഴ്സ് വെർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, അതിലേക്ക് തന്നെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0. ദെൻ അതുപോലെ ബാക്കിയുള്ള വെർട്ടിസസിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയാൻ നമുക്ക് ഇതുവരെ അറിയത്തില്ല. സോ അൺനോൺ ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ വെർട്ടിസസിൻ്റെയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നു. സോ അത് നമ്മൾ ആദ്യമേ ചെയ്യുന്ന കാര്യമാണ്. അൽഗോരിതം പ്രൊസീഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ആ ഒരു വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനിഷ്യലൈസ് ചെയ്യുന്നത്. സ്റ്റാർട്ടിംഗ് വെർട്ടെക്സിനെ മാത്രം 0, ബാക്കിയുള്ളവരുടെ എല്ലാവരെയും ഇൻഫിനിറ്റി. ഇനി നമ്മൾ എന്താ ചെയ്യുന്ന, അപ്പം ഈ സ്റ്റാർട്ടിംഗ് വെർട്ടെക്സിൽ നിന്നും അതിൻ്റെ അഡ്ജസ്റ്റൻറ്റ് വെർട്ടിസസ് എടുക്കും, അവരുടെ ഓരോരുത്തരുടെയും ഡിസ്റ്റൻസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ക്യൂ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ക്യൂ empty ആകുന്നത് വരേക്കുമാണ് നമ്മൾ ഈ പറയുന്ന പ്രോസസ്സുകളെല്ലാം കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇനി എസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു empty സെറ്റ് ആണ്. അപ്പം ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏതൊക്കെ നോഡുകൾ ഓൾറെഡി വിസിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എസ്സിൽ അവസാനം ഉണ്ടാവുക എന്തായിരിക്കും, ആ ഗ്രാഫിലുള്ള എല്ലാ നോഡുകളും എസ്സിനകത്ത് ഉണ്ടാവും, എല്ലാത്തിനെയും വിസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ അൽഗോരിതം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ക്യൂ empty ആകുന്നത് വരേക്ക് നമ്മൾ ഓരോ നോഡായിട്ട് പോപ്പ് ചെയ്യും. ദെൻ അത് ഓൾറെഡി വിസിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്മോളസ്റ്റ് ഡിസ്റ്റൻസ് ഏതാണെന്ന് കണ്ടുപിടിക്കും. ദെൻ അതിൻ്റെ ഓൾറെഡി ഉള്ള ഡിസ്റ്റൻസിനേക്കാളും കുറഞ്ഞ ഡിസ്റ്റൻസ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിട്ട് അപ്ഡേറ്റ് ചെയ്യും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഇപ്പം ഞാൻ എടുത്ത ആ ഒരു നോഡ് അതിൻ്റെ ഡിസ്റ്റൻസ് ആണ് യു. ഓക്കെ, ദെൻ ഇനി നമ്മൾ മറ്റൊരു വെർട്ടെക്സിൽ നിന്നും അതായത് മറ്റൊരു വെർട്ടെക്സ് ആയിട്ടുള്ള വി, അപ്പോൾ വിയിൽ നിന്നും യുയിലേക്ക് എത്തിച്ചേരാൻ വി പ്ലസ് വെയിറ്റ് ഓഫ് യു വി, അത് ഇപ്പോൾ ഉള്ള ഡിസ്റ്റൻസിനേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്റ്റൻസ് ഓഫ് യു ഈ പുതിയ ഡിസ്റ്റൻസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നു, വി പ്ലസ് വെയിറ്റ് ഓഫ് യു വി ആയിട്ട് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ആ ഒരു എക്സാമ്പിൾ യൂസ് ചെയ്തിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അൽഗോരിതം നിങ്ങളിങ്ങനെ പഠിച്ചു വെക്കുക. ക്യൂ empty ആകുന്നത് വരേക്ക് നമ്മൾ ഓരോ വെർട്ടിസസ് ആയിട്ട് എടുക്കും. ദെൻ അതിൻ്റെ എന്ത് ചെയ്യുക, അതിൻ്റെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അപ്ഡേറ്റ് ചെയ്യുന്നു. ദെൻ സ്മോളസ്റ്റ് വാല്യൂ ഉള്ള ഏതാണോ ഡിസ്റ്റൻസ് ഉള്ളത് ആ വാല്യൂ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക. ദെൻ ആ വെർട്ടെക്സിനെ വിസിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് എസ്സിലേക്ക് ആഡ് ചെയ്യുന്നു. ദെൻ ഇതെന്ന് പറയുന്നത് ഓരോ വെർട്ടെക്സിനും ഇങ്ങനെ അതിൻ്റെ ഡിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ഗ്രാഫ് കാണാം, ABCDE എന്ന് പറയുന്ന 5 വെർട്ടെക്സുകളുള്ള ഒരു ഗ്രാഫ് കാണാം.
അപ്പോൾ ഇതിൽ ഇനിഷ്യലി നമ്മൾ എന്താ ചെയ്യുന്ന, എ ആണ് എൻ്റെ സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ് എങ്കിൽ എയുടെ മാത്രം ഡിസ്റ്റൻസ് 0 ആയിട്ടും ബാക്കിയുള്ള ഓരോ നോഡുകളുടെയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിട്ട് എടുക്കും. നമ്മളുടെ വിസിറ്റഡിൻ്റെ ആ ഒരു സെറ്റ് എന്ന് പറയുന്നത് എം ടി ആണ് ഇനിഷ്യലി. ഇനി അടുത്തതായിട്ട് എന്താ ചെയ്യുന്നത്, ഞാൻ ഈ എനെ ഒരു ക്യൂയിലേക്ക് പുഷ് ചെയ്യുന്നു, ക്യൂയിലേക്ക് എൻക്യൂ ചെയ്യുന്നു. അതിനുശേഷം അതിന് ഞാൻ ഓൾറെഡി ഇതിൽ നിന്നും ബാക്കിയുള്ള അതിൻ്റെ അഡ്ജസ്റ്റൻറ്റ് നോഡുകളിലേക്കുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ എ എന്ന് പറയുന്ന നോഡ് ഞാൻ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അഡ്ജസ്റ്റൻറ്റ് നോഡുകളാണ് ബിയും സിയും. ഇനി ഇതിൽ ഓരോന്നിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ച് ഈ ഡിസ്റ്റൻസ് വാല്യൂ നമ്മൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എയിൽ നിന്ന് എനിക്ക് ഡയറക്റ്റ് ലിങ്കുള്ള എന്തിലേക്കാണ്, ബിയിലേക്കും ഉണ്ട് സിയിലേക്കും ഉണ്ട്. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് ഓൾറെഡി ഉള്ള ബിയുടെ ഡിസ്റ്റൻസിനേക്കാളും കുറവാണോ എന്ന് നോക്കും. അപ്പം എയുടെ ഡിസ്റ്റൻസ് 0, ദറ്റ് ഈസ് 0 + 10 ലെസ് ദാൻ ഇൻഫിനിറ്റി ആണോ എന്ന് നോക്കും. 0 + 10 ലെസ് ദാൻ ഇൻഫിനിറ്റി അല്ലേ? 0 + 10 ലെസ് ദാൻ ഇൻഫിനിറ്റി ആണല്ലോ. ആണെങ്കിൽ ബിയുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി മാറ്റിയിട്ട് നമ്മൾ എത്രയായിട്ട് അപ്ഡേറ്റ് ചെയ്യും, 10 ആയിട്ട് അപ്ഡേറ്റ് ചെയ്യും. സിമിലർലി സിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് എ പ്ലസ് അതിൻ്റെ വെയിറ്റ്. അപ്പോൾ 0 + 3 ലെസ് ദാൻ അതിൻ്റെ ഓൾറെഡി ഉള്ള ഡിസ്റ്റൻസ് എത്രയാണ്, ഇൻഫിനിറ്റി. 0 + 3 ലെസ് ദാൻ ഇൻഫിനിറ്റി ആണോ നോക്കും. ആണെങ്കിൽ ഈ ഇൻഫിനിറ്റി മാറ്റിയിട്ട് നമ്മൾ ഇവിടെ എത്ര വാല്യൂ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യും, സിയിലേക്കുള്ള ഡിസ്റ്റൻസ് 3 ആയിട്ട് അപ്ഡേറ്റ് ചെയ്യും. സോ അതാണ് ഇവിടെ ചെയ്തത്. അപ്പോൾ എ എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്നും ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാം ഇപ്പോൾ 10 ആണ്. സിയിലേക്കുള്ള ഡിസ്റ്റൻസ് 3 ആണ്. ദെൻ ഡിയും ഇയും എയിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ഇതുവരെയും അറിയത്തില്ല. സോ നമ്മൾ എന്ത് ചെയ്തു, എ എന്ന് പറയുന്ന നോഡിനെ ഓൾറെഡി വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിന് ഞാൻ എസിലേക്ക് ആഡ് ചെയ്തു. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എയിൽ നിന്ന് നമ്മൾ പോയിട്ടുള്ള വെർട്ടിസസ് ആണ് ബിയും സിയും. അതിൽ ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസ് ഉള്ള ഏത് നോഡാണെന്ന് നോക്കും. അതായത് ഡിസ്റ്റൻസ് കുറവുള്ള ഏതാണ്, ബി ആണോ സി ആണോ? സി ആണ്. ഇനി സിയിൽ നിന്നും അടുത്ത നമ്മൾ മറ്റുള്ള നോഡുകളിലേക്ക് പോകാനായിരിക്കും നോക്കുന്നത്. അതായത് അടുത്തതായിട്ട് ഞാൻ സിയിലേക്കാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സീനെ വിസിറ്റ് ചെയ്തു. ഇനി സിയുടെ നെയ്ബറിങ് നോഡ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കണം. അപ്പോൾ സിയുടെ നോഡുകൾ നോക്കുമ്പോൾ സിയിൽ നിന്ന് ഇയിലേക്ക് പോകാം, ഡിയിലേക്ക് പോകാം, ബിയിലേക്ക് പോകാം. അപ്പോൾ ആ ഡിസ്റ്റൻസുകളാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് നോക്കുന്നത്. അപ്പോൾ സിയിൽ നിന്ന് ഇയിലേക്ക് പോകാൻ ഇപ്പോൾ സിയുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 ആണ്. 3 പ്ലസ് ആ കോസ്റ്റ് എന്ന് പറയുന്നത് 2. 3 + 2 ലെസ് ദാൻ ഇൻഫിനിറ്റി ആണോ എന്ന് ചെക്ക് ചെയ്യും. 3 + 2 ലെസ് ദാൻ ഇൻഫിനിറ്റി ആണെങ്കിൽ ഈയുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ ഡിസ്റ്റൻസ് 5 ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നു. ഇനി സിയിൽ നിന്ന് ഡിയിലേക്ക് പോകാനുള്ള ഡിസ്റ്റൻസ്, സിയുടെ ഡിസ്റ്റൻസ് എത്രയാണ്, 3. 3 + 8 ലെസ് ദാൻ ഇൻഫിനിറ്റി ആണോ എന്ന് ചെക്ക് ചെയ്യും. 3 + 8 ലെസ് ദാൻ ഇൻഫിനിറ്റി ആണെങ്കിൽ ദാറ്റ് മീൻസ് ഡിയുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നു, 11, ദാറ്റ് ഈസ് 11 ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നു. ഇനി സിയിൽ നിന്ന് നമുക്ക് ഇനി പോകാൻ പറ്റുന്നത് ഏതാണ്, ബി ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, സിയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഓൾറെഡി സിയുടെ ഡിസ്റ്റൻസ് എത്രയാണ്, 3. 3 + 4 3 + 4 ലെസ് ദാൻ അതിൻ്റെ ഇപ്പോഴത്തെ ഡിസ്റ്റൻസ് എത്രയാണ്, 10. 3 + 4 ലെസ് ദാൻ 10 ആണോ? ആണെങ്കിൽ നമ്മൾ ഈ 10 മാറ്റിയിട്ട് എന്തായിട്ട് അപ്ഡേറ്റ് ചെയ്യണം, 7 ആയിട്ട് അപ്ഡേറ്റ് ചെയ്യണം. അതായത് സിയിൽ നിന്നും ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 7, ദാറ്റ് ഈസ് 10 മാറി നമ്മൾ 7 ആവും. സിന്ന് സിയിലേക്ക് നമുക്കിനി പോകേണ്ട കാര്യമില്ല, 0. സിയിൽ നിന്ന് ഡിയിലേക്ക് പോകാനുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരുന്നു, 11. ദെൻ സി ടു ഇ എന്ന് പറയുന്നത് 5. ഇങ്ങനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. സോ അതാണിത്. ഓക്കെ, സിയിൽ നിന്ന് ബിയിലേക്ക്, ഡിയിലേക്ക്, ഇയിലേക്ക് പോകാനുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഇനി ഇതിൽ നിന്നും ഏറ്റവും ചെറിയ ആൾ ആരാണെന്ന് നോക്കും. ആരാണ്, ഇ എന്ന് പറയുന്ന നോഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ മൂവ് ചെയ്യുന്ന ഇതിലേക്കായിരിക്കും, എയിൽ നിന്ന് സിയിലേക്ക് വന്ന് സിയിൽ നിന്ന് അടുത്ത ഇയിലേക്കായിരിക്കും പോകുന്നത്. ഓക്കെ, ഇയിലേക്കാണ് പോകുന്നത്. അപ്പോൾ എ സി ഇനെ വിസിറ്റ് ചെയ്തു. ഇനി എന്താ ചെയ്യുന്നത്, ഇയുടെ അഡ്ജസൻറ്റ് നോഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കും. ഇക്ക് ആകെ ഉള്ളൊരു അഡ്ജസൻറ്റ് നോഡെന്ന് പറയുന്നത് ആരാണ്, ഡി മാത്രമേ ഉള്ളൂ. സോ ഇയിലേക്കുള്ള ഡിസ്റ്റൻസ്, ഇയുടെ ഡിസ്റ്റൻസ് എത്രയാണ്, 5 + 9. 5 + 9 ലെസ് ദാൻ ഇൻഫിനിറ്റി ആണോ എന്ന്, ഇൻഫിനിറ്റി അല്ല, ഇവിടെ ഡിയുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 11 ആണ്. 5 + 9 14 ആണ്. 14 ലെസ് ദാൻ ഇൻഫിനിറ്റി ആണോ? അല്ല.
സോ ഇത് അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇപ്പോൾ ഇരിക്കുന്ന ഈ വാല്യൂ തന്നെ മതി. ദാറ്റ് മീൻസ് ഇയിൽ നിന്നും ഡിയിലേക്ക് പോകാനുള്ള ഡിസ്റ്റൻസ് ഇനി നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, 11 തന്നെ മതി. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഇയുടെ ഏതെങ്കിലും നോഡുകളുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഡിയിനെ അടുത്തതായിട്ട് നമുക്ക് മൂവ് ചെയ്യുന്നത് എ സി ഇയിലേക്ക് വന്നിട്ട് അടുത്തതായിട്ട് പോകുന്നത് ഡിയിലേക്കാണ്. ഓക്കെ ഓക്കെ അപ്പോൾ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്ത നമുക്ക് ഇനി വിസിറ്റ് ചെയ്യാനുള്ള നോഡ് ഏതുണ്ട്? ബി എന്ന് പറയുന്ന നോഡുണ്ട്. അപ്പോൾ ബി എന്ന് പറയുന്ന നോഡാണ് നമ്മൾ അടുത്തതായിട്ട് വിസിറ്റ് ചെയ്യുന്നത്. സോ ബി എന്ന് പറയുന്ന നോഡ് വിസിറ്റ് ചെയ്യുമ്പം ബിയുടെ ഓൾറെഡി ഉള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 7 ആണ്. ഇനി ബിയിൽ നിന്ന് നമുക്ക് ഡിയിലേക്ക് പോകാൻ പറ്റും, ദെൻ ബിയിൽ നിന്ന് സിയിലേക്ക് പോകാനും പറ്റും. ഓക്കെ, അപ്പോൾ ബിയിൽ നിന്ന് ഓക്കെ, ഇനി ബിയിൽ നിന്ന് ഡിയിലേക്ക് പോകാനുള്ളതും ബിയിൽ നിന്ന് സിയിലേക്ക് പോകാനുള്ളതാണ് നോക്കുന്നത്. ബിയിൽ നിന്ന് ഡിയിലേക്ക് പോകാൻ ഓൾറെഡി എത്രയാണ്? 7+2 ലെസ് ദാൻ അതിൻ്റെ 11 ആണോ എന്ന് നോക്കും. അതിൻ്റെ ഓൾറെഡി ഉള്ളത് 11 ആണ്, 11 അല്ല. 7+2 9 ആണ് അല്ലേ? 9 ലെസ് ദാൻ 11 ആണ്. അപ്പോൾ എന്താണ്, നമുക്ക് ഈ ഒരു വഴി നമുക്ക് പോകാൻ പറ്റും. ദാറ്റ് മീൻസ് ഡിയിലേക്കുള്ള ഒരു ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി 9, അതായത് 11നെക്കാളും ചെറിയൊരു ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി 9. ഇനി അടുത്ത സിയിലേക്ക് പോകാൻ സിയുടെ ഓൾറെഡി ഉള്ള ഡിസ്റ്റൻസ് 3 ആണ്. അപ്പോൾ 7+1 8 ലെസ് ദാൻ 3 ആണോ നോക്കും. ആണോ? അല്ല. അങ്ങനെയാണെങ്കിൽ ഇത് അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ദാറ്റ് മീൻസ് ഇനി അപ്പോൾ ഡിയിൽ നിന്നും അടുത്ത നമുക്ക് ബിയിൽ നിന്നും ഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് മാത്രമേ അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ 9. ബാക്കിയുള്ളവരുടെ ഡിസ്റ്റൻസ് ഒന്നും അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. സോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ഡീനെ വിസിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് എല്ലാ നോഡുകളെയും നമ്മൾ വിസിറ്റ് ചെയ്തു. ഇനി ഇപ്പോൾ നമുക്ക് കണ്ടെത്തിയതായിരിക്കുന്നതാണ്, ഇപ്പോൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ഓരോ നോഡുകളിലേക്കും, അതായത് സ്റ്റാർട്ടിംഗ് വെർട്ടെക്സിൽ നിന്നും മറ്റുള്ള നോഡുകളിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. അപ്പോൾ എയിൽ നിന്ന് എയിലേക്ക് തന്നെ 0, എയിൽ നിന്ന് ബിയിലേക്ക് 7 ആണ്, ദെൻ എയിൽ നിന്ന് സിയിലേക്ക് 3 ആണ്, എയിൽ നിന്ന് ഡിയിലേക്ക് 9 എന്നുള്ള കോസ്റ്റിൽ എത്തിച്ചേരാം, എയിൽ നിന്ന് ഇയിലേക്ക് 5 എന്നുള്ള കോസ്റ്റിലേക്ക് എത്തിച്ചേരാം. അപ്പോൾ അത് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പാത്തിലൂടെ നോക്കുന്നത്. അപ്പോൾ എയിൽ നിന്ന് സിയിലേക്ക് പോകാം, സിയിൽ നിന്ന് ബിയിലേക്ക് പോകാം, അങ്ങനെ. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു പാത്തായിട്ട് കൊടുത്തിരിക്കുന്നത്.